നമസ്കാരം. പ്രേംസ് അസ്ട്രോ ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എൻ്റെ പേര് പ്രേംചന്ദ്. ഇന്ന് നമ്മൾ നോക്കുന്നത് മന്ത്രങ്ങൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ മന്ത്രങ്ങൾക്ക് ദോഷമുണ്ടോ? അപ്പോ ഗ്രന്ഥങ്ങൾ, പ്രമാണങ്ങൾ മുതലായവ പറയുന്നത് മന്ത്രങ്ങൾക്ക് ദോഷം ഉണ്ട് എന്നുള്ളതാണ്. 50 വിധം മന്ത്രദോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഞാനിവിടെ പറയാം. ഛിന്നം, രുദ്രം, ശക്തിഹീനം, പരാങ്മുഖം, ബധിരം, നേത്രഹീനം, കീലിതം, സ്തംഭിതം, ദഗ്ധം, സ്രസ്തം, ഭീതം, മലിനം മുതലായ 50ഓളം മന്ത്രദോഷങ്ങൾ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ദോഷരഹിതമായ മന്ത്രമാണ് ഉപാസകൻ തിരഞ്ഞെടുക്കേണ്ടത്. ദോഷരഹിതവും അക്ഷരഘടനയും ഉള്ളത് ഉപാസകനെ സംബന്ധിച്ച് അത് യോഗ്യമായ ഒന്നാണെന്ന് മനസ്സിലാക്കുക. അപ്പോ ഈ മന്ത്രങ്ങളുടെ ഘടനയെ അടിസ്ഥാനപ്പെടുത്തിയാണ് 50 വിധം ദോഷങ്ങളുള്ളതായി പറയപ്പെടുന്നത്. മാത്രവുമല്ല, ഗുരുപദേശമില്ലാതെ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ച് ജപിച്ചാൽ ആ മന്ത്രങ്ങളെ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല. അത് മാത്രവുമല്ല, ആ മന്ത്രങ്ങളെ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എതിരായിട്ടുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ എതിരായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അത്തരം മന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോട് വേണം മന്ത്രങ്ങളെ കൈകാര്യം ചെയ്യുവാൻ. മന്ത്രപരിശീലനവും അതിൻ്റെ ദീക്ഷയും അനുബന്ധ പ്രവർത്തികളും ഇത് പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഗുരുവിൽ നിന്ന് ഒരു ഉപദേശവും മന്ത്രദീക്ഷയും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അനുബന്ധ പരിശീലന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ അത് ശാരീരികമായും മാനസികമായും നമുക്ക് വളരെയധികം പ്രോബ്ലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ പല ചാനലുകളിലും യൂട്യൂബിലും മറ്റുമൊക്കെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും വന്ന് ചില മന്ത്രങ്ങൾ പറയുകയും അത് ചെയ്താൽ നിങ്ങൾ നാളെ മുതൽ കോടീശ്വരന്മാരാവുകയും അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങളുടെ ജീവിതം പുതിയൊരു വഴിത്തിരിയിലേക്ക് മാറുകയും എന്നൊക്കെ പറയുന്നത് ഞാൻ കാണാറുണ്ട്. ഉപദേശമോ പരിശീലനമോ കൂടാതെ ഒരു മന്ത്രം ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ ഞാൻ പഠിച്ച ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടോ എൻ്റെ ഗുരു എനിക്ക് ഉപദേശിക്കാത്തത് കൊണ്ടോ ആയിരിക്കാം. എന്തായിരുന്നാലും ഒരു പരിശീലനമില്ലാതെ അല്ലെങ്കിൽ ഒരു ഉപദേശമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സൈക്കിള് തന്നെ ചവിട്ടണമെങ്കിൽ അത് ആരെങ്കിലും ഒന്ന് അത് സൈക്കിളിന്റെ കാര്യം ചവിട്ടാനായിട്ട്, ഉരുട്ടാനായിട്ട്, അത് മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകാനായിട്ട് ഒന്ന് പിടിച്ചു പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് പെട്ടെന്നൊന്നും അത് സാധിച്ചെടുക്കാൻ, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാൻ നമുക്ക് സാധിക്കില്ല. അത് നിങ്ങൾക്ക് കോമൺ സെൻസ് ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രങ്ങൾ ജപിക്കുകയോ പരിശീലിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഗുരുവിൽ നിന്ന് ലഭിച്ച മന്ത്രമായിരിക്കണം കൂടുതലായി ഉപയോഗിക്കേണ്ടത്.
കൂടാതെ ആ മന്ത്രത്തിനെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ടോ എന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ മന്ത്ര പരിശീലനവും മന്ത്രദോഷങ്ങളും എന്താണെന്ന് ചെറുതായെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നതാണ്. നന്ദി, നമസ്കാരം.